ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഓഗസ്റ്റ് 11 തൊട്ട് 16 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ വേഗം പോയി കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് വീക്കിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണിനോ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ടോപ്ഡ് ദ നീതി ആയോഗ്സ് ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ് 2024? അതായത് നീതി ആയോഗിന്റെ 2023-24 ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. എന്താണ് ചോദ്യം? നീതി ആയോഗിന്റെ 2023-24 ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഏതാണ് മക്കളെ? ഗുജറാത്ത് ആണ് കേട്ടോ. ഇൻ നീതി ആയോഗ് ജൂലൈ 2025 SDG India Index, Gujarat has taken the top spot for SDG, അതായത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് വിത്ത് കേരള റാങ്കിങ് 4th. ഓക്കെ, ഇപ്പൊ ഗുജറാത്ത് ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കേരള, ഇപ്പൊ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? കേരള പ്രീവിയസ്ലി ടോപ്പ് പെർഫോമർ ഇൻ SDG. ഇപ്പൊ കഴിഞ്ഞ വർഷം കേരളയ്ക്ക് എന്തായിരുന്നു? ഫസ്റ്റ് ആയിരുന്നു. എന്നാൽ എക്സ്പീരിയൻസ് ഡിക്ലൈൻ ഡ്യൂ ടു ദ ഇൻക്ലൂഷൻ ഓഫ് ന്യൂ പാരാമീറ്റേഴ്സ് ആൻഡ് ഗ്രോവിംഗ് സ്പെക്ടിസം അബൌട്ട് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറീസ് വിത്തിൻ ദ സ്റ്റേറ്റ്. എന്താണ് പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞത് എന്താണ്? 2023-24 ഇൻഡെക്സ് പ്രകാരം 90 പോയിന്റ് നേടിയാണ് ഗുജറാത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 80 പോയിന്റോടെ കർണാടകത്തോടൊപ്പം നാലാമതാണ് കേരളത്തിന്റെ സ്ഥാനം. അപ്പൊ കേരളം എന്ന് പറയുന്നത് നാലാമത്തെ സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. 80 പോയിന്റോടെയാണ് കേരളം നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണ്? അപ്പോ SDG 3 എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. ഇത് SDG 3 എന്ന് പറയുന്നത്. ഓർ ഗുഡ് ഹെൽത്ത് വെൽബീയിങ് എന്ന് പറയുന്നത് is one of the 17 sustainable development goals established by the United Nations in 2015 with the aim to ensure healthy lives and promote well-being for all at all ages. അത് എല്ലാവർക്കും ആരോഗ്യകരമായിട്ടുള്ള ജീവിതം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഇതിൽ ഒന്നാം സ്ഥാനം ലഭിക്കുക. അപ്പൊ ഗുജറാത്ത് ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അല്ലെ. ഇതിനൊരു കണക്ക് പ്രകാരം എങ്ങനെയാണ് റാങ്കിൽസ് തയ്യാറാക്കുന്നത് വെച്ച് കഴിഞ്ഞാല് മാതൃമരണ നിരക്ക്, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മരണം, 9 മുതൽ 11 മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്, HIV ബാധിതർ, ആയുർദൈർഘ്യം, ആശുപത്രികളിലെ പ്രസവം, സ്വന്തം കീശിൽ നിന്നുള്ള ചികിത്സാ ചെലവ്, ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം തുടങ്ങിയ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് എന്താ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് കേട്ടോ. അങ്ങനെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഗുജറാത്ത് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തൊക്കെയാണ്? ഇറ്റ് എൻകംപസ് targets for ending epidemics like AIDS, tuberculosis and malaria, achieving universal health coverage, improving maternal and child health, reducing death from road accidents and non-communicable diseases, and ensuring access to safe medicine and vaccines എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇപ്പൊ ഇതന്നെയാണ് പറയുന്നത്. മാതൃമരണ നിരക്ക്, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മരണം, 9 മുതൽ 11 മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്, HIV ബാധിതർ, ആയുർദൈർഘ്യം, ആശുപത്രികളിലെ പ്രസവം, സ്വന്തം കീശിൽ നിന്നുള്ള ചികിത്സാ ചെലവ്, ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം തുടങ്ങിയ 11 ഘടകങ്ങളായിട്ടാണ് ഇത് വിലയിരുത്തുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഇനി എന്താണ് പറയാനുള്ളത്? SDG കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഇസ് ദ മെയിൻ ഗോൾ ഓഫ് SDG 3 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയാ? എൻഷുർ ഹെൽത്തി ലിവ്സ് ആൻഡ് പ്രൊമോട്ട് വെൽ ബീയിങ് ഫോർ ഓൾ അറ്റ് ഓൾ ഏജസ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ 2023-24 ഇൻഡെക്സ് പ്രകാരം 90 പോയിന്റ് നേടിയാണ് ഗുജറാത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 80 പോയിന്റോടെ കേരളത്തിന്റെ സ്ഥാനം എത്രാമതാണ്? നാലാമതാണ്. കേരളവും കർണാടകയും നാലാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. 84 പോയിന്റ് നേടിയ മഹാരാഷ്ട്രയും ഉത്തരാഖണ്ഡ് രണ്ടാമതും, 83 പോയിന്റോടെ ഹിമാചൽ പ്രദേശ് മൂന്നാമതുമാണ് കേട്ടോ. അപ്പൊ 2030 ആകുമ്പോഴേക്ക് സുസ്ഥിര ലക്ഷ്യം നേടുന്നതിനായിട്ട് ആവിഷ്കരിച്ച ഘടകങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഇതിന്റെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. ഹൗ മെനി അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ പ്രധാൻ മന്ത്രി ധൻ ധാന്യ കൃഷി യോജന സ്കീം അനൗൺസ്ഡ് ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് 2025-26 അല്ലെ. എന്താണ് പറയുന്നത്? 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ
എത്ര കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. എത്ര കാർഷിക ജില്ലകളാണ് ഉൾപ്പെടുന്നത്? The right answer is 100. Okay, 100 agriculture districts are included in the Pradhan Mantri Dhan Dhanya Krishi Yojana scheme. Okay, അപ്പൊ എന്താണ് പറയാനുള്ളത്? ഇന്ത്യയില് 100 കാർഷിക ജില്ലകൾ വികസിപ്പിക്കുന്നതിനുള്ള 24,000 കോടി രൂപയുടെ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിക്കാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഓരോ സംസ്ഥാനത്തെയും ഒരു ജില്ലയെങ്കിലും എന്ത് പദ്ധതിയുടെ ഭാഗമാവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും സ്വീകരിക്കുന്നത് വർദ്ധിപ്പിക്കുക, പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ വിളവെടുപ്പതിനു ശേഷമുള്ള സംഭരണം വർദ്ധിപ്പിക്കുക, ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത സുഗമമാക്കുക എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കുറഞ്ഞ ഉൽപാദനക്ഷമത, കുറഞ്ഞ വിള തീവ്രത, കുറഞ്ഞ വായ്പാ വിതരണം എന്നിവ അടിസ്ഥാനമാക്കിയാണ് ജില്ലകളെ തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണ്? ഓരോ സംസ്ഥാനത്തെങ്കിലും ഒരു ജില്ലയെങ്കിലും പദ്ധതിയുടെ ഭാഗമാകണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പദ്ധതിയുടെ ഫലപ്രദമായ ആസൂത്രണം, നടപ്പാക്കൽ, നിരീക്ഷണം എന്നിവയ്ക്കായിട്ട് ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ സമിതികൾ രൂപീകരിക്കും. നീതി ആയോഗ് ആയിരിക്കും ജില്ലാ പദ്ധതികൾ എന്ത് ചെയ്യുക? അവലോകനം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. ഹു ഈസ് ദ തേർഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു റിസൈൻ മിഡ് ടേം? അതായത് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെച്ച മൂന്നാമത്തെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ആണ്. ഉപരാഷ്ട്രപതി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഹു ഈസ് ദ തേർഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു റിസൈൻ മിഡ് ടേം? ആരാണ്? ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ജഗദീപ് ധൻകർ റിസൈൻസ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അല്ലെ, 2025 ജൂലൈ 21 ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് കേട്ടോ. 5 വർഷ കാലാവധി പൂർത്തിയാക്കാതെ സ്ഥാനം ഒഴിയുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ആര്? ജഗദീപ് ധൻകർ. അദ്ദേഹം 2022 മാർഗരറ്റ് അൽവയെ തോൽപ്പിച്ചാണ് ജഗദീപ് ധൻകർ ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. 14ാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. അപ്പൊ അദ്ദേഹം 2022 മാർഗരറ്റ് അൽവയെ തോൽപ്പിച്ചാണ് ജഗദീപ് ധൻകർ ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം 2025 ജൂലൈ 21 അദ്ദേഹം രാജിവെച്ചു. അല്ലെ, 5 വർഷ കാലാവധി പൂർത്തിയാക്കാതെ സ്ഥാനം ഒഴിഞ്ഞ ഇന്ത്യയുടെ മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. അപ്പൊ ബാക്കി രണ്ടുപേര് ആരൊക്കെയാണ്? മക്കളെ? അപ്പൊ ഇവര് 3 പേരാണ് കാലാവധി പൂർത്തിയാക്കാതെ രാജിവെച്ച ഉപരാഷ്ട്രപതിമാർ. ആരൊക്കെയാണ്? അപ്പൊ ആർ വെങ്കിട്ടരാമൻ, അല്ലെ, ആർ വെങ്കിട്ടരാമനും VV ഗിരിയും. അപ്പൊ ആർ വെങ്കിട്ടരാമൻ, VV ഗിരി എന്നിവരാണ് കാലാവധി പൂർത്തിയാകും മുൻപേ രാജിവെച്ച ഉപരാഷ്ട്രപതിമാർ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67 അനുസരിച്ചാണ് ഉപരാഷ്ട്രപതിയുടെ രാജി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67 അനുസരിച്ചാണ് ഉപരാഷ്ട്രപതിയുടെ രാജി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 67 അനുസരിച്ചിട്ട് ഒരു ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്ത് തന്റെ കൈപ്പടൽ എഴുതി തന്റെ സ്ഥാനം രാജിവെക്കാവുന്നതാണ്. രാഷ്ട്രപതി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവിയാണ് ആരുടേത്? ഉപരാഷ്ട്രപതിയുടേത് കേട്ടോ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 66 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പാർലമെന്റിൽ ഇരു സഭകളിലെയും മൊത്തം അംഗങ്ങൾ ചേർന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. 35 വയസ്സ് കഴിഞ്ഞ് ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അതുപോലെ തന്നെ 5 വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് കേട്ടോ. ഭരണഘടന അനുച്ഛേദം 324 പ്രകാരം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോൾ 3 പേരാണ് കറന്റ്ലി എന്താണ് മിഡ് ടേം ആയിട്ട് രാജിവെക്കുന്നത്. അല്ലെ, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപേ രാജിവെച്ച 3 ഉപരാഷ്ട്രപതിമാരാണുള്ളത്. ആരൊക്കെയാണ്? ആർ വെങ്കിട്ടരാമനും VV ഗിരിയും. പിന്നെ ആരാണ് കറന്റ്ലി രാജിവെച്ചത്? ആരാണെന്നാണ് പറഞ്ഞത് നമ്മള്? ആരാണ്? ജഗദീപ് ധൻകർ ആണ്. അല്ലെ, 2025 ജൂലൈ 21 ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നത്. ഓക്കെ, ഈ 4ാമത്തെ ചോദ്യമാണ്. വിച്ച് ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഡീകമ്മീഷൻഡ് ഓൺ സെപ്റ്റംബർ 19, 2025 ആഫ്റ്റർ 6 decades ഓഫ് സർവീസ്? അതായത് എന്താണ് പറയുന്നത്? 6 പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിൽ 2025 സെപ്റ്റംബർ 19 പൂർണ്ണമായിട്ട് ഡീകമ്മീഷനിങ് ചെയ്യുന്ന ഇന്ത്യയുടെ യുദ്ധവിമാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 6 പതിറ്റാണ്ട് നീണ്ട സേവനത്തിനൊടുവിൽ 2025 സെപ്റ്റംബർ 19 പൂർണ്ണമായി ഡീകമ്മീഷനിങ് ചെയ്യുന്ന ഇന്ത്യയുടെ യുദ്ധവിമാനം ഏതാണ്? MiG-21 ആണ് കേട്ടോ. The right answer is MiG-21 to retire in September after 62 years of services.
അപ്പൊ അതായത് എന്താണ്, തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച തേജസ് MK-1A ആൻഡ് MiG-21 പകരം വ്യോമസേനയുടെ ഭാഗമാകുന്നത് 1963-ലാണ് 1963-ലാണ് MiG-21 വ്യോമസേനയിൽ എത്തുന്നത് കേട്ടോ. പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ ഇവ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം സേവനത്തിലിരുന്ന യുദ്ധവിമാനമാണ്. 1965-ലെയും 1971-ലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങള്, 1999-ലെ കാർഗിൽ യുദ്ധം, 2019-ലെ ബാലക്കോട്ട് ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയിൽ MiG-21 പങ്കാളിയായിട്ടുണ്ടായിരുന്നു. റഷ്യൻ വിമാന നിർമ്മാതാക്കളായിരുന്ന മിഗോയിൻ ഗുറേവിച്ച് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഈ MiG എന്ന് പറയുന്നത് കേട്ടോ. സോ MiG-21 is an Indian fighter jet will be completely decommissioned on September 19, 2025 after 6 decades of services. Okay. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഈസ് നരേന്ദ്രമോദീസ് പൊസിഷൻ എമംഗ് ദ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ തുടർച്ചയായിട്ട് ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിമാരിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനം എത്രാമതാണ് എന്നുള്ളതാണ് ചോദ്യം. എത്രാമതാണ് മക്കളെ? ദ റൈറ്റ് ആൻസർ ഈസ് എത്രാമതാണ്? രണ്ടാമതാണ് കേട്ടോ. രണ്ടാമതാണ്. 4077 ദിവസം തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന ഇന്ദിരാഗാന്ധിയെ മറികടന്നാണ് നരേന്ദ്രമോദി രണ്ടാം സ്ഥാനത്ത് എത്തുന്നത് കേട്ടോ. അപ്പൊ 4077 ദിവസം തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇന്ദിരാഗാന്ധിനെ മറികടന്നാണ് രണ്ടാം സ്ഥാനത്ത് ആരെത്തുന്നത്? നരേന്ദ്രമോദി എത്തുന്നത് കേട്ടോ. 1966 ജനുവരി 24 മുതൽ 1977 മാർച്ച് 24 വരെയായിട്ട് 4077 ദിവസമാണ് ഇന്ത്യ തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്നത്. ഏറ്റവും അധിക കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ, അതായത് 6130 ദിവസമാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയെ മറികടന്ന് ആരെത്തിയിരിക്കുകയാണ്? നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. 2014, 2019, 2024 വർഷങ്ങളിലാണ് മോദി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. സോ ഇന്ദിരാഗാന്ധി വാസ് ദ PM between 1966 and 1977 for 4077 days. Narendra Modi became the PM for the first time on May 26 in 2014. Modi now stands behind only Jawaharlal Nehru, India's first PM. ഓക്കെ അല്ലേ? അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ദ 2025 വിംബിൾഡൺ മെൻ സിംഗിൾ ചാമ്പ്യൻ ഈസ് യാനിക് സിന്നർ ആണെന്നല്ലേ പറയാം. 2025 ദ 2025 വിംബിൾഡൺ വിമൻ സിംഗിൾ ചാമ്പ്യൻ ഈസ് ആരാണ്? ഇഗാ സ്വിയാതെക്. അപ്പോൾ ഇതില് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ബോത്ത് ആർ കറക്റ്റ്, ഓപ്ഷൻ ബി ബോത്ത് ആർ ഇൻകറക്റ്റ്, ഓപ്ഷൻ സി 1 ഈസ് കറക്റ്റ് 2 ഈസ് ഇൻകറക്റ്റ്, ഓപ്ഷൻ ഡി 1 ഈസ് കറക്റ്റ് ആൻഡ് 2 ഈസ് ഇൻകറക്റ്റ്. ഏതാണ് മക്കളെ? ദ 2025 വിംബിൾഡൺ മെൻ സിംഗിൾ ചാമ്പ്യൻ ഈസ് യാനിക് സിന്നർ ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, 2025 വിംബിൾഡൺ വിമൻ സിംഗിൾ ചാമ്പ്യൻ ആരായിരുന്നു? ഇഗാ സ്വിയാതെക് ആയിരുന്നു. അതും റൈറ്റ് ആൻസർ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബോത്ത് ആർ കറക്റ്റ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ കുറിച്ച് പറയാനുള്ളത്? സിന്നറിന്റെ കരിയറിലെ ആദ്യ വിംബിൾഡൺ കിരീടമാണ് കേട്ടോ. വിംബിൾഡൺ സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ ഇറ്റാലിയൻ താരവും ആര് തന്നെയാണ്? സിന്നർ തന്നെയാണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെയാണ് ഫൈനലിൽ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. യാനിക് സിന്നറുടെ 4ാം ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടവുമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വനിതാ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ US താരം അമൻഡ അനിസിമോയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇഗാ സ്വിയാതെക് കിരീട നേട്ടം നേടുന്നത് അല്ലെ. ഒരു ഗെയിം പോലും നഷ്ടപ്പെടാതെയുള്ള ഇഗയുടെ കരിയറിലെ ആദ്യ വിംബിൾഡൺ കിരീട നേട്ടമാണിത്. വിംബിൾഡൺ കിരീടം നേടുന്ന ആദ്യ പോളിഷ് താരം കൂടിയാണ് ആര്? ഇഗാ സ്വിയാതെക് എന്ന് പറയുന്നത് കേട്ടോ. 1988 ശേഷം ആദ്യമായാണ് ഒരു ഗെയിം പോലും കൈവിടാതെയുള്ള ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടം എന്ന് പറയുന്നത്. 1911 ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ വനിതാ താരം കൂടിയാണ് ആര്? ഇഗ. ഓക്കെ, ഇഗയുടെ 6ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത്. 4 ഫ്രഞ്ച് ഓപ്പണും ഒരു US ഓപ്പണും നേടിയിട്ടുണ്ട്. ഇതുവരെ കളിച്ച 6 ഗ്രാൻഡ് സ്ലാം ഫൈനലും ജയിക്കാനും ഇഗയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് രണ്ടുപേരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. സോ 2025 വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവായത് യാനിക് സിന്നർ ആണ്. 2025 വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവായത് ഇഗാ സ്വിയാതെക് ആണ്. ഓക്കെ, അടുത്തത് 7ാമത്തെ ചോദ്യമാണ്. ഹു ഹാസ് ബീൻ അവാർഡഡ് ദ പി കേശവദേവ് മെമ്മോറിയൽ ട്രസ്റ്റ് 2025 ലിറ്റററി അവാർഡ്? അതായത് പി കേശവദേവ് സ്മാരക ട്രസ്റ്റിന്റെ 2025 സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഈസ് ശശി തരൂർ. ഓക്കെ,
വൈ ഐ ആം എ ഹിന്ദു, ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് തുടങ്ങിയ പുസ്തകങ്ങളെ മുൻനിർത്തിയാണ് ശശി തരൂരിന് അവാർഡ് കിട്ടിയിരിക്കുന്നത്. 50,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത് കേട്ടോ. 2025 പി കേശവ് ദേവ് ഡയബ് സ്ക്രീൻ പുരസ്കാരത്തിന് അർഹനായത് പ്രമുഖ ഡയബോളജിസ്റ്റും ഗ്ലോബൽ ഹെൽത്ത് ലീഡറുമായിട്ടുള്ള ഡോക്ടർ ബൻഷി സാബുവാണ്. നമുക്ക് പഠിക്കാനുള്ളത് പി കേശവ് സ്മാരക ട്രസ്റ്റിന് 2025 സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നുള്ളതാണ്. ആരാണ്? ശശി തരൂരാണ്. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം, അതായത് മുൻ വർഷങ്ങളിൽ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. 2020 വിജയകൃഷ്ണൻ, 2021 തോമസ് ജേക്കബ്, 2022 പി കെ രാജശേഖരൻ, 2023 ദേശമംഗലം രാമകൃഷ്ണൻ, 2024 അടൂർ ഗോപാലകൃഷ്ണൻ, 2025 ആരാണ്? ശശി തരൂരുമാണ്. ഓക്കെ, ഇപ്പൊ 2020 വിജയകൃഷ്ണൻ, 2021 തോമസ് ജേക്കബ്, 2022 പി കെ രാജശേഖരൻ, 2023 ദേശമംഗലം രാമകൃഷ്ണൻ, 2024 അടൂർ ഗോപാലകൃഷ്ണൻ. ഓക്കെ, അടുത്തത് ഹൂ ഇസ് ഇന്ത്യാസ് 87th ഗ്രാൻഡ് മാസ്റ്റർ, അതായത് എന്താണ് ഇന്ത്യയുടെ 87ാം ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് എന്നാണ് ചോദ്യം. എ ഹരികൃഷ്ണൻ ബിക്കംസ് ദ 87th ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. അതായത് ഫ്രാൻസിൽ നടന്നിട്ടുള്ള ലാ പ്ലെയിൻ രാജ്യാന്തര ടെസ്റ്റ് ടൂർണമെന്റിലാണ് ചെന്നൈയിൽ നിന്നുള്ള 23-കാരൻ ഹരികൃഷ്ണൻ ഗ്രാൻഡ് മാസ്റ്റർ പട്ടത്തിന് യോഗ്യനായത് കേട്ടോ. UAE അൽ ആനിൽ നടന്ന 2025 ഏഷ്യൻ വ്യക്തിഗത പുരുഷ ചെസ് ചാമ്പ്യൻഷിപ്പിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീഹരി LR ഇന്ത്യയുടെ 86ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടാകുന്നത് അല്ലെ. എന്തായിരിക്കും കാരണം എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അവിടെ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും ഈ ചെസ് എന്ന് പറയുന്ന അവിടെ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ എന്തായാലും ചെസ് പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങുന്ന കുട്ടികളെല്ലാം സ്കൂളിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കെല്ലാം ചെസ്സിന്റെ ബേസിക്സ് കാര്യങ്ങൾ എങ്കിലും അവർ അറിഞ്ഞിരിക്കണം എന്നുള്ളത് അവിടുത്തെ സംസ്ഥാന സർക്കാരിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ചെസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് ഉണ്ടാകുന്നത് അല്ലെ. UAE അൽ ആനിൽ നടന്ന 2025 ഏഷ്യൻ വ്യക്തിഗത പുരുഷ ചെസ് ചാമ്പ്യൻഷിപ്പിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീഹരി LR ഇന്ത്യയുടെ 86ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. വിശ്വനാഥൻ ആനന്ദ് ആയിരുന്നു ആദ്യത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കൊനേരു ഹംപിയാണ്. അറിയാമോ കൊനേരു ഹംപി? ഇതാണ് കൊനേരു ഹംപി അല്ലെ. അപ്പൊ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് ആയിരുന്നു ആദ്യത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഇന്ത്യൻ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കൊനേരു ഹംപിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദ 2025 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിലീസ്ഡ് ബൈ UNDP? അതായത് എന്താണ് പറയുന്നത്? എന്താണ് മക്കളെ പറയുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ വികസന പരിപാടിയായിട്ടുള്ള UNDP പുറത്തിറക്കിയിട്ടുള്ള 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എന്നുള്ളതാണ്. എത്രാമതാണ്? 130ാം സ്ഥാനമാണ് കേട്ടോ. അതാ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് 130 എന്ന് കൊടുത്തിട്ടുള്ളത്. എവിടെയാണ്? ഇവിടെ അല്ല നോക്കേണ്ടത്. ഇവിടെ അതിന്റെ HDI വാല്യൂ ആണ്, റാങ്ക് ആണ് നോക്കേണ്ടത്. റാങ്ക് 130 എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഓക്കെ, അപ്പോ 193 രാജ്യങ്ങളിലാണ് ഇന്ത്യ. 193 രാജ്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അതിൽ 130ാം സ്ഥാനത്താണ് ഇന്ത്യ വന്നിരിക്കുന്നത്. എ മാറ്റർ ഓഫ് ചോയ്സ്, കാലഘട്ടങ്ങളിലെ ആളുകളും സാധ്യതകളും എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് കേട്ടോ. ഐസ്ലൻഡ് ആണ് ഇതിൽ ഏറ്റവും മുൻപിൽ വന്നിട്ടുള്ളത്. ഐസ്ലൻഡ് ആണ്. സെക്കൻഡ് വൺ നോർവേ ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നോർവേയും അതുപോലെ സ്വിറ്റ്സർലൻഡും ഉണ്ട് കേട്ടോ. ഓക്കെ, സെക്കൻഡ് റാങ്കിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഐസ്ലൻഡ് ആണ് സൂചികയിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആരായിരിക്കും? 193 രാജ്യങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞ. ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് ഏതാണെന്ന് അറിയോ? ഏറ്റവും ലാസ്റ്റ് ദക്ഷിണ സുഡാനാണ്. ഏറ്റവും അവസാനത്തെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ദക്ഷിണ സുഡാനാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിവേഗം വ്യാപിക്കുകയാണെന്നും ആഗോളതലത്തിൽ 5-ൽ ഒരാൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേട്ടോ. 2023-24 ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് HDR അനുസരിച്ചിട്ട് ആഗോള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യ 134ാം സ്ഥാനത്തായിരുന്നു. HDI 134ാം സ്ഥാനത്തും UNDP പുറത്തിറക്കിയുള്ളതിൽ 130ാം സ്ഥാനത്തുമാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഡെൻമാർക്ക് ഏതൊക്കെ രാജ്യങ്ങളാണ് നോക്കാം. ഐസ്ലൻഡ് ആദ്യം വന്നിരിക്കുന്നു, നോർവേ രണ്ടാമത് വന്നിരിക്കുന്നു, 4ാമതാണ് ഡെൻമാർക്ക് വന്നിരിക്കുന്നത്, 5ാമത് ജർമ്മനിയാണ്, ഓസ്ട്രേലിയ, ഹോങ്കോങ്, നെതർലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ ഇന്ത്യ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 10ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഓൺലി വുമൺ ടു ഹാവ് ഹെഡഡ് ദ SBI? എന്താണ് ചോദിച്ചിരിക്കുന്നത്? SBI മേധാവിയായിട്ടുള്ള ഒരേ ഒരു വനിതാ മേധാവി അല്ലെ, SBI മേധാവിയായ ഏക വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് അരുന്ധതി ഭട്ടാചാര്യ, ദ ഫസ്റ്റ് വുമൺ ബാങ്കർ അല്ലെ. SBI മേധാവിയായിട്ടുള്ള ഏക വനിതയാണ് ആര്? അരുന്ധതി ഭട്ടാചാര്യ എന്ന് പറയുന്നത്. 2013 ഒക്ടോബർ 7 മുതൽ 2017 ഒക്ടോബർ 6 വരെ അവർ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിനെ നയിച്ചിട്ടുണ്ടായിരുന്നു. SBI ജനറൽ ഇൻഷുറൻസും SBI കസ്റ്റോഡിയൻ സർവീസും മൊബൈൽ ബാങ്കിംഗ് സർവീസും നടപ്പാക്കിയ അരുന്ധതിയുടെ കാലത്താണ്. അപ്പം SBI ജനറൽ ഇൻഷുറൻസും അതുപോലെ തന്നെ മൊബൈൽ ബാങ്കിംഗ് സർവീസ് ഒക്കെ നടപ്പിലാക്കിയത് ആരുടെ കാലത്താണ്? അരുന്ധതി ഭട്ടാചാര്യയുടെ കാലത്താണ് കേട്ടോ. 2016 ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും കരുത്തരായിട്ടുള്ള 100 സ്ത്രീകളുടെ പട്ടികയിൽ അരുന്ധതി ഭട്ടാചാര്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 25ാം സ്ഥാനത്തായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ്? 2016 ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും കരുത്തരായിട്ടുള്ള 100 സ്ത്രീകളുടെ പട്ടികയിൽ അരുന്ധതി ഭട്ടാചാര്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 25ാം സ്ഥാനത്തായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് SBI. അപ്പോൾ SBI 70 കൊല്ലം പിന്നിട്ടിരിക്കുകയാണ്. SBI ലോകത്തെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായിട്ടുള്ള SBI 70 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ SBIയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് അല്ലെ. ബിസിനസ്സിലെ ലോകത്തെ ആദ്യ 50-ൽ ഒന്ന്. ഇന്ത്യ ഗവൺമെന്റ് പ്രധാന ഓഹരി ഉടമയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വിശേഷങ്ങൾ ഏറെയാണ്. 2025 ജൂലൈയിൽ SBIക്ക് 70 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. 1955 ജൂലൈ 1-നാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. മുംബൈയാണ് SBIയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാറുണ്ട് കുറെ കാര്യങ്ങൾ SBIനെ കുറിച്ച് നോക്കാറുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ 52 crore, 22,937, 41.6, 53.8, 2.32, 3.5, 29. എന്താണ്? അതായത് 52 കോടി SBIയിലെ അക്കൗണ്ട് ഉടമകളുടെ എണ്ണം. 52 കോടിയാണ് എന്ത്? SBIയിലെ അക്കൗണ്ട് ഉടമകളുടെ എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. SBI ഒരു രാജ്യത്തോട് ഉപമിച്ചാൽ ലോകത്തെ 3ാമത്തെ വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന് തുല്യമാണ് അവിടുത്തെ അക്കൗണ്ട് ഉടമകളുടെ എണ്ണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ SBI ഒരു രാജ്യത്തെ തന്നെ നമുക്ക് ഉപമിക്കാവുന്നതാണ്. അങ്ങനെ ഒരു രാജ്യത്തോട് ഉപമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോകത്തെ തന്നെ 3ാമത്തെ വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറും ആര്? SBI എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കോടി, 52 കോടിയാണ് SBIയിലെ അക്കൗണ്ട് ഉടമകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ SBI ഒരു രാജ്യത്തോട് ഉപമിച്ച് കഴിഞ്ഞാൽ ലോകത്തെ 3ാമത്തെ വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന് തുല്യമായിട്ട് അക്കൗണ്ട് ഉടമകളുടെ എണ്ണമായിട്ട് അങ്ങനെ മാറും SBI എന്ന് പറയുന്നത് അല്ലെ. ഇനി 22,937 SBI ബ്രാഞ്ചുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 22,937 ബ്രാഞ്ചാണ് SBIക്ക് ഉള്ളത്. അപ്പൊ 52 കോടി SBIയിലെ അക്കൗണ്ട് ഉടമകളുടെ എണ്ണം എന്ന് പറയുന്നത് 22,937 SBI ബ്രാഞ്ചുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി 41.6 അതെന്താണ്? 41.6 ലക്ഷം കോടി. അതെത്രയാണ്? ലക്ഷം കോടിയാണ് കേട്ടോ. 41.6 ലക്ഷം കോടി. രാജ്യമാകെ SBI കൊടുത്ത വായ്പയാണ് 41.6 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത്. രാജ്യമാകെ SBI കൊടുത്ത വായ്പയാണ് 41.6 ലക്ഷം കോടി. പിന്നെ അടുത്തത് ഏതാണ്? 41.6 ലക്ഷം കോടി കഴിഞ്ഞു. അടുത്തത് 53.8 ലക്ഷം കോടി. SBIയിലെ ആകെ നിക്ഷേപം എന്ന് പറയുന്നത് 53.8 ലക്ഷം കോടിയാണ്. പിന്നെ അടുത്തത് ഏതാണ്? 2.32. അതായത് 2.32 ലക്ഷം SBIയിലെ ജീവനക്കാരുടെ എണ്ണമാണ്. 2.32 ലക്ഷമാണ് കേട്ടോ. ഓക്കെ, അടുത്ത് എല്ലാം ലക്ഷവും കോടിയും കണക്കുകളാണ്, അല്ലാതെ സാധാ നമ്പർ കണക്കുകളൊന്നും ഇല്ല. ആകെ ഒരു നമ്പർ എന്ന് പറയുന്നത് ബ്രാഞ്ചുകളുടെ എണ്ണം മാത്രം 1000 വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം ലക്ഷങ്ങളും കോടിക്കണക്കുകളും മാത്രമേ ഉള്ളൂ. 3.5 ലക്ഷം കോടി SBI ലൈഫ്, SBI മ്യൂച്വൽ ഫണ്ട് തുടങ്ങി 18 ഉപകമ്പനികൾക്ക് 3.5 ലക്ഷം കോടി മൂല്യമാണ് ഉള്ളത്. ഇനി 29, ഓക്കെ, 29 വേറെ ലക്ഷവും കോടിയൊന്നുമല്ല, 29 മാത്രമേ ഉള്ളൂ. അതെന്താണ്? 29 വിദേശ രാജ്യങ്ങളിൽ SBIക്ക് ശാഖകൾ ഉണ്ട്. ഓക്കെ, അപ്പോ
52 കോടി കസ്റ്റമേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. 22,937 ബ്രാഞ്ചുകൾ ഉണ്ട്. 41.6 ലക്ഷം കോടി SBI കൊടുത്ത വായ്പയാണ്. 53.8 ലക്ഷം കോടി SBI ആകെ നിക്ഷേപമാണ്. 2.32 ലക്ഷം എന്ന് പറയുന്നത് SBI ജീവനക്കാരുടെ വർക്ക് ചെയ്യുന്ന അവരുടെ എണ്ണമാണ്. 2.32 ലക്ഷം. 10 പേർക്ക് ജോലി കൊടുക്കാൻ SBIക്ക് കഴിഞ്ഞിട്ടുണ്ട്. 3.5 ലക്ഷം കോടി SBI ലൈഫ്, SBI മ്യൂച്വൽ ഫണ്ട് തുടങ്ങി 18 ഉപകമ്പനികൾക്ക് 3.5 ലക്ഷം കോടി മൂല്യമാണുള്ളത്. 29 വിദേശ രാജ്യങ്ങളിൽ SBIക്ക് ശാഖകളുണ്ട്. അപ്പൊ 70 വയസ്സ് തികഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളാണ് SBIക്ക്. സ്പെഷ്യാലിറ്റീസ് ഓഫ് SBI അല്ലെ. ഇനി അതിന്റെ ചരിത്രം, അതിന്റെ എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യം. അപ്പോ 1806 കണ്ടില്ലേ, 1806 ജൂൺ 2 സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒന്നുകൂടി നോക്കട്ടെ. ഓക്കെ, സെലക്ട് ആയി. അപ്പൊ 1806 ജൂൺ 2 1806 ജൂൺ 2 ബാങ്ക് ഓഫ് കൊൽക്കത്ത സ്ഥാപിച്ചിരിക്കുന്നു. ബാങ്ക് ഓഫ് ബംഗാൾ. ഓക്കെ, 1809 അതോടെ കൊടുത്തിട്ടില്ല. 1809 ജനുവരി 2 ബാങ്ക് ഓഫ് കൊൽക്കത്തയുടെ പേര് ബാങ്ക് ഓഫ് ബംഗാൾ എന്ന് മാറ്റി. അപ്പോ ഡൗട്ട് വരും, ഇവിടെ എന്താണ് ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്നാണല്ലോ പറഞ്ഞത്, ഇവിടെ എന്താണ് ബാങ്ക് ഓഫ് ബംഗാൾ എന്ന് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യം ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്നായിരുന്നു പേര്. എന്നിട്ട് 1809 ജനുവരി 2 ബാങ്ക് ഓഫ് കൊൽക്കത്തയുടെ പേര് എന്താക്കി മാറ്റിയത്, ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയത് കേട്ടോ. 1840 ഏപ്രിൽ 15 ആദ്യ ശാഖ, അതായത് ബാങ്ക് ഓഫ് ബോംബെ മുംബൈയിൽ സ്ഥാപിച്ചു കേട്ടോ. അപ്പൊ ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബോംബെ ആണത്, മുംബൈയിൽ സ്ഥാപിച്ചു. ഓക്കെ, ഇനി 1843 ജൂലൈ 1 1843 ജൂലൈ 1 രണ്ടാം ശാഖ, അതായത് രണ്ടാമത്തെ ബ്രാഞ്ച് ബാങ്ക് ഓഫ് മദ്രാസിൽ തുടങ്ങി. അപ്പോ ഇതാണ് ബേസിക് ആയിട്ടുള്ള എവിടെ നിന്നാണ് തുടങ്ങിയത്. 1806 ജൂൺ 2 എന്ത് ബാങ്ക് ഓഫ് കൊൽക്കത്ത സ്ഥാപിച്ചത്. അതിന്റെ പേര് ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്ന് ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയത് 1809 കേട്ടോ. അപ്പൊ 3 വർഷത്തിന് ശേഷമാണ് 1806 നിലവിൽ വന്നു. 1809 ബാങ്ക് ഓഫ് കൊൽക്കത്ത എന്നുള്ള പേര് ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ബാങ്ക് ഓഫ് കൊൽക്കത്തയുടെ പേര് ബാങ്ക് ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയത് 1809 ജനുവരി 2 1840 ഏപ്രിൽ 15 ആദ്യ ശാഖ മുംബൈയിൽ സ്ഥാപിച്ചു. 1843 ജൂലൈ 1 രണ്ടാമത്തെ ശാഖ ബാങ്ക് ഓഫ് മദ്രാസ് എവിടെ തുടങ്ങി, 1843 ജൂലൈ 1 ബാങ്ക് ഓഫ് മദ്രാസ് എവിടെയാണ് തുടങ്ങിയത്, മദ്രാസിൽ തുടങ്ങി. അപ്പൊ ഇതാണ് അതിന്റെ നാൾ വഴികൾ എന്ന് പറയുന്നത്. ഇനിയുണ്ട്, ഇനി നമുക്ക് നോക്കാനുണ്ട് 1955 പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ പ്രകാരം ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു കേട്ടോ. അപ്പൊ in 1955 the Imperial Bank was nationalized by the Reserve Bank of India and rebranded as the State Bank of India, becoming the country's largest public sector bank and a pillar of the Indian economy and banking sector. 1955 പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ പ്രകാരം ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. ഓക്കെ, എന്താണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒറിജിൻ ഇന്ത്യസ് ഓൾഡസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സെക്ടർ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് അതിന് മുംബൈയിലാണ്. റോൾ എ കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യസ് ബാങ്കിങ് സിസ്റ്റം, ഓഫറിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് ബാങ്ക് ഓഫ് മദ്രാസിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റേറ്റ് ബാങ്കിന്റെ ആദ്യ ഓഫീസും 2 ശാഖകളും ചേർന്നിട്ട് പ്രസിഡൻസി ബാങ്കുകൾ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് മദ്രാസ് തുടങ്ങിയതിനു ശേഷം. അതിനുശേഷം 1876 ആയതോടെ ബാങ്ക് ഓഫ് ബംഗാളിന് 18ഉം മറ്റ് 2 ബാങ്കുകൾക്ക് 15 വീതം ശാഖകൾ ഉണ്ടായി. 1921 ജനുവരി 27 പ്രസിഡൻസി ബാങ്കുകൾ ലയിപ്പിച്ച് സർക്കാർ ഉടമസ്ഥതയിൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപവൽക്കരിച്ചു. അതാണ് ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഇമ്പീരിയൽ ബാങ്ക്. എവിടെയാണ് കൊടുത്തിട്ടുള്ളത്, ഇമ്പീരിയൽ ബാങ്ക് എന്ന് കൊടുത്ത് കണ്ടോ നിങ്ങള്, ഇമ്പീരിയൽ ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അതെന്താണ് സംഭവം, ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, അതായത് 1921 ജനുവരി 27 പ്രസിഡൻസി ബാങ്കുകൾ ലയിപ്പിച്ച് സർക്കാർ ഉടമസ്ഥതയിൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. അതാണ് ഇമ്പീരിയൽ ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് പറയാനുള്ളത്,
NSDL India's largest bank by asset. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ആണ് അല്ലെ. സർവീസസ് provides retail, corporate banking, insurance and wealth management among other services. Network has vast network of branches, ATM and outlets across India and internationally. Corporate structure operates through various subsidiaries including SBI Life Insurance, SBI General Insurance and SBI Mutual Fund. അപ്പോൾ അവസാനം അതിന്റെ ഹിസ്റ്ററി ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇമ്പീരിയൽ ബാങ്ക് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? 1959 8 സംസ്ഥാന ബാങ്കുകളുടെ ചുമതല SBIക്ക് ആയിട്ട് മാറി. അപ്പൊ 8 സംസ്ഥാന ബാങ്കുകളുടെ ചുമതല SBIയുടെ കൈകളിൽ എത്തിയത് ഏത് വർഷമാണ്? 1959 കേട്ടോ. 2008 മാർച്ച് 9 അന്നത്തെ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന 2008 മാർച്ച് 9 അന്നത്തെ കേന്ദ്ര ധനമന്ത്രി ആയിരുന്ന P ചിദംബരത്തിന്റെ ജന്മനാടായിട്ടുള്ള പുതുവായിലെ ശാഖ ആരംഭിച്ചു. അങ്ങനെ 10,000 ശാഖകളുള്ള ലോകത്തെ രണ്ടാമത്തെ ബാങ്ക് എന്ന പദവിയിൽ SBI എത്തിയത് 2008 മാർച്ച് 9 2017 ഏപ്രിൽ 1 എന്ത് സംഭവിച്ചു? അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡേറ്റ് ആണ്. 2017 ഏപ്രിൽ 1 അസോസിയേറ്റ് ബാങ്കുകളായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ SBIയിൽ ലയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ആയിട്ട് SBI മാറി. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമുക്ക് SBIനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ നോക്കിയത് ഓഗസ്റ്റ് മാസത്തെ 2ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.